ഹലോ, രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകട്ടെ. ഇവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. ഇന്നലെ രാത്രിയിലത്തെ കുറച്ച് ചോറ് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണാം എന്താ സംഭവം എന്ന്. നമുക്ക് പഴങ്കഞ്ഞി ഉണ്ടാക്കാനാട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളക്, കാന്താരിമുളകാണ് വേണ്ടത്. പക്ഷേ നമുക്ക് കാന്താരിമുളക് ഇവിടെ കിട്ടാനില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഓവർ അങ്ങ് ചതയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് ഇട്ടാലും മതി. ഞാൻ ചെറുതായതും കൊണ്ടൊന്ന് മുട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്കത് നേരെ എടുത്ത് നമ്മുടെ കഞ്ഞിയിലേക്ക് ഇടണം. ഇതിങ്ങനെ ചതയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഉള്ളിയും ഇഞ്ചിയൊക്കെ കൂടി അങ്ങ് ചതയുമ്പോൾ ഉള്ള സ്മെല്ല് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ചതച്ചെടുത്ത നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി മാറ്റി അങ്ങ് വെച്ചിട്ട് നേരെ നമ്മുടെ കഞ്ഞി എടുത്തു. അതിനകത്തേക്ക് ഞാൻ നല്ല കട്ട തൈര്, ഓവർ പുളിയൊന്നും ഇല്ലാത്ത തൈരാട്ടോ, അത് കുറച്ചിങ്ങനെ ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഉള്ളി ഇഞ്ചി എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അതും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പാണ്. അപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്ന കേട്ടോ, ഇങ്ങനെ ഒരു പഴങ്കഞ്ഞി ഉണ്ടാക്കി കുടിക്കണമെന്ന്. എല്ലാവരും പറയും നല്ല ടേസ്റ്റാണ്, പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്നിട്ടിനി കൈ കൊണ്ട് നമുക്ക് നന്നായിട്ട് ഞെരടി അങ്ങ് ചേർക്കാം. സ്പൂണ് തവിയൊക്കെ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത്ര അങ്ങ് മിക്സ് ആയി കിട്ടത്തില്ല. നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല ഉള്ളിയും ആ മുളകും എല്ലാം കൂടി നന്നായിട്ട് ഞെരടി കഞ്ഞിയിലേക്ക് അങ്ങ് ചേർത്തിട്ട് അത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ആ ഉള്ളീൻ്റെയും ഇതിൻ്റെ തൈരിൻ്റെ എല്ലാം കൂടി ആ സ്മെല്ലങ്ങ് വരുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അടിപൊളി സംഭവമായിരിക്കണം. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട്, ഞാനത് ഒരുപാട് കഞ്ഞിയുണ്ട്, അതുകൊണ്ട് ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞി എടുക്കുന്നുണ്ട്, എനിക്ക് കുടിക്കാൻ വേണ്ടി മാത്രമേ. അതിനകത്തേക്ക് ഞാൻ കുറച്ച് വൻപയർ ഉലർത്തിയതുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല കടുമാങ്ങയൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് ഉണക്കമാങ്ങ അച്ചാറിട്ടത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും സംഭവമുള്ളൂ. ഇനി അധികം ആർഭാടൊന്നുമില്ല, കപ്പ മീൻകറി ഇതൊന്നുമില്ല. ഇത്രയും സംഭവമായിട്ട് നമുക്ക് നമ്മുടെ കഞ്ഞി അങ്ങ് അടിപൊളിയായിട്ട് കുടിക്കണം. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇതെടുത്തിട്ട് ഡൈനിങ് ടേബിളിലേക്ക് പോവാം. കുട്ടിപ്പട്ടാളങ്ങളൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ നേരെ കഞ്ഞിയായിട്ട് ഡൈനിങ് ടേബിളിൽ പോയിരുന്നു. അപ്പോൾ പയറും കഞ്ഞിയായ നമ്മുടെ അച്ചാറൊക്കെ കൂടി ഇളക്കി ഒന്ന് കുടിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റാട്ടോ. എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പഴങ്കഞ്ഞി ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കഴിച്ചാലെന്ന്. വെറുതെ അല്ല, ഇത് കഴിക്കുന്നവർ ഇതിന് അഡിക്റ്റായി പോകുന്നത്. നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് നിർത്താൻ തോന്നില്ല, കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും കേട്ടോ. ഞാനൊന്ന് വായിലേക്ക് വെച്ചിട്ട് വീഡിയോ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഞാനങ്ങ് കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ. കഞ്ഞി കുടിച്ചിട്ട് അതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, കഞ്ഞി വെള്ളം, തൈരും ഇതെല്ലാം കൂടി കലക്കി ആ വെള്ളം ഒന്ന് കുടിച്ച് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ എടുത്ത കഞ്ഞി മൊത്തം കഴിച്ചു. എനിക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ട്, പക്ഷേ വയറ്റിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് നിർത്തുകയാണ്. എന്തായാലും അടിപൊളി സംഭവമായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറായി. ഇതൊക്കെ കണ്ട് പാത്രം കാലിയായി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.